അപ്പോൾ നമ്മളിപ്പോൾ ഒരു HTML ഫയലിൻ്റെ ബേസിക് സ്ട്രക്ചറാണ് കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നെക്സ്റ്റ് ബോഡിയുടെ ഉള്ളിലുള്ള കുറച്ച് ടാഗ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന് മുന്നേ ഞാനൊരു എക്സ്റ്റൻഷൻസ് പറഞ്ഞിരുന്നു VS കോഡിലെ, അതായത് ഈ ഓട്ടോ കംപ്ലീഷനും പിന്നെ ഈ കളേഴ്സൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് നോക്കാം. നമ്മുടെ ഈ എക്സ്പ്ലോറർ ഫസ്റ്റത്തെ ഐക്കണാണ്. അങ്ങനെ ഈ നാലാമത്തെ ഐക്കൺ എക്സ്റ്റൻഷൻസ് പറഞ്ഞിട്ടൊരു ഐക്കൺ ഉണ്ടാവും VS കോഡിൽ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഇവിടെ നമ്മൾ HTML എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ റിസൾട്ട്സ് വരും. അതിൽ ഞാൻ ഇൻസ്റ്റാൾ ആക്കിയത് HTML സ്നിപ്പെറ്റ്സ്, ഈ മുഹമ്മദ് അബു സെയ്ദ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണിത്. അപ്പോൾ ഇതിൽ ഡിസേബിൾ അൺഇൻസ്റ്റാൾ എന്നാണ് വരിക. ഇവിടെ ഇൻസ്റ്റാൾ ആക്കാത്തവരുടെ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് വരും. അത് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. അത് ഇൻസ്റ്റാൾ ആയ അതേമാതിരി വരും. അപ്പോൾ അത് ഇൻസ്റ്റാൾഡ് ആയി. പിന്നെ അത് ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓട്ടോ കംപ്ലീഷനും ഇതേമാതിരിയൊക്കെ. പിന്നെ ഇനി കുറച്ച് HTML ടാഗ്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഹെഡിങ് ടാഗാണ്. ഹെഡിങ് ടാഗ് H1 എന്ന് പറയുന്നത് നമ്മൾ കൺട്രോൾ ഫ്ലോ എന്ന് ടൈപ്പ് ചെയ്യാന്ന് വിചാരിക്കുക H1ൻ്റെ ഉള്ളിൽ. എന്നിട്ട് നമ്മൾ ബ്രൗസറിൽ പോയിട്ട് റിഫ്രഷ് ചെയ്താൽ കുറച്ച് ബോൾഡായിട്ട് കുറച്ച് വലിയ ഒരു ഹെഡിങ് പോലെ, അതാണ് ഹെഡിങ് ടാഗിൻ്റെ പ്രത്യേകത. അതേമാതിരി H1, H2, H3, H4, H5, H6 അങ്ങനെ 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ 6 എണ്ണത്തിൽ പറഞ്ഞാൽ H2 പറയുമ്പോൾ ഈ H1നേക്കാട്ടിൽ കുറച്ചുകൂടി ചെറുതായിരിക്കും. പിന്നെ അങ്ങനെ ചെറുതായി വരും. അപ്പോൾ ഇത് ജസ്റ്റ് കോപ്പി ചെയ്ത് നെക്സ്റ്റ് വൺ H2, പിന്നെ H3, H4, H5, ലാസ്റ്റ് വൺ H6. നമ്മൾ സേവ് ചെയ്തിട്ട് ബ്രൗസറിൽ പോയിട്ട് റീഫ്രഷ് ചെയ്താൽ കണ്ടോ ഇങ്ങനെ ചെറുതായി വരികയാണ്. ഓരോന്നിലും ഒക്കെ ബോൾഡായിരിക്കും ഹെഡിങ്. അതേപോലെ നമുക്ക് പാരഗ്രാഫ് ടാഗ്സ് ഉണ്ട്. P ടാഗ്, ഇതിൽ നമ്മൾ ഒന്ന് ടൈപ്പ് ചെയ്യാന്ന് വിചാരിക്കും. ഇത് ഒന്ന് റീഫ്രഷ് ചെയ്താൽ പാരഗ്രാഫ് ടാഗ് ഇങ്ങനെ വരും. ബോൾഡ് നല്ല സാധാ ടെക്സ്റ്റ് ആയിട്ട് ഒരു പാരഗ്രാഫ് ടാഗ്, അതാണ് പാരഗ്രാഫ് ടാഗ്. ഇനിയിപ്പോൾ നമുക്ക് ഈ പാരഗ്രാഫ് ടാഗിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് കുറച്ച് ബോൾഡ് ടെക്സ്റ്റുകളൊക്കെ കൊടുക്കണം വിചാരിക്കുക. അപ്പോൾ നമ്മൾ B പറഞ്ഞിട്ടൊരു ടാഗ് ഉണ്ട്, അതാണ് യൂസ് ചെയ്യുക ബോൾഡ് ആക്കാൻ. ഇപ്പോൾ നമുക്ക് ഈ അജ്മൽ എന്നുള്ള വേർഡ് മാത്രം ബോൾഡ് ആക്കണം വിചാരിക്കുക. അപ്പോൾ നമ്മൾ B പറഞ്ഞിട്ട് ഈ ടാഗ് കൊടുക്കും. എന്നിട്ട് അതിനുള്ളിൽ ഈ ടെക്സ്റ്റ് ബോൾഡ് ആക്കേണ്ട ടെക്സ്റ്റ് കൊടുക്കും. എന്നിട്ട് അത് സേവ് ചെയ്ത് ബ്രൗസറിൽ പോയിട്ട് റീഫ്രഷ് ചെയ്താൽ ആ വേർഡ് മാത്രം ബോൾഡ് ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇറ്റാലിക്കിന് I പറഞ്ഞൊരു ടാഗ് ഉണ്ട്, അത് കൊടുത്തിട്ട് സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്താൽ ഇത് ഇറ്റാലിക് ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ U പറഞ്ഞൊരു ടാഗ് ഉണ്ട്, അത് സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത അണ്ടർലൈൻഡ് ടെക്സ്റ്റ് വരാൻ U പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ളത് ലിസ്റ്റ് ടാഗ്സ് ആണ്. 2 തരം ലിസ്റ്റ് ഉണ്ട്. ഒന്ന് UL പറഞ്ഞാൽ അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡർ ഇല്ലാത്ത ലിസ്റ്റ്, അതായത് ഇങ്ങനെ നമ്പേർഡ് അല്ലാത്ത ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, അതാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യാറ്. പിന്നെ OL ഉണ്ട്, ഓർഡേർഡ് ലിസ്റ്റ്, അതും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ UL ടാഗിൻ്റെ ഉള്ളിലാണ് അൺഓർഡേർഡ് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു ലിസ്റ്റ് എലമെൻറ്റ്, ലിസ്റ്റത്തെ ഇപ്പോൾ ഫസ്റ്റത്തെ എലമെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് LI, അതാണ് ലിസ്റ്റ് എലമെൻറ്റ്. അത് ULലും ഓർഡേർഡ് ലിസ്റ്റിലും ഒക്കെ ഈ LI ടാഗ് തന്നെ ആയിരിക്കും ലിസ്റ്റ് എലമെൻറ്റ്. ലിസ്റ്റ് എലമെൻറ്റ് ഇപ്പോൾ നമ്മൾ 1 ടൈപ്പ് ചെയ്യാണ്.
നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് കണ്ടോ, ലിസ്റ്റിൽ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഡോട്ട് ഇവിടെ വരുന്നുണ്ട്. അത് അതിൻ്റെ ഡിഫോൾട്ട് ആ ഡോട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ലിസ്റ്റിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ, അതായത് 2, 3, 4 4 എലമെൻറ്റ്സ് ഉണ്ടാക്കി. അപ്പോൾ ഈ ലിസ്റ്റിൽ ഇപ്പോൾ 4 എലമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് ആക്കുകയാണ് വിചാരിക്കുക. ഓർഡേർഡ് ലിസ്റ്റ്, ഇപ്പോൾ അത് ഓർഡേർഡ് ലിസ്റ്റായി. ഇനി സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, 1, 2, 3, 4 എന്നിങ്ങനെ ഓർഡേർഡ് ആയിട്ട് വരും. ഇത് നമുക്ക് ഡിഫോൾട്ട് 1, 2, 3, 4 നമ്പേർഡ് ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ABCD അങ്ങനെയൊക്കെ ആക്കാം. ഇപ്പോൾ ഓർഡേർഡ് ലിസ്റ്റിൽ ഇപ്പോൾ നമുക്ക് 1, 2, 3, 4 തന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ആട്രിബ്യൂട്ട് പറഞ്ഞാൽ ഈ ടാഗ് കഴിഞ്ഞ് ആ ടാഗിൻ്റെ ഉള്ളിൽ തന്നെ, ആ ആംഗിൾ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ അതിനെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു കാര്യം, അതാണ് ആട്രിബ്യൂട്ട്. ഇതിന് ടൈപ്പ് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ഈക്വൽ ടു കൊടുത്ത് പിന്നെ ഡബിൾ കോഡ്സിനുള്ളിൽ നമുക്ക് ABCD ആണെന്നുണ്ടെങ്കിൽ A കൊടുത്തു, എന്നിട്ട് സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്താൽ ഇത് ABCD എന്ന് ലിസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ സ്മോൾ ലെറ്റർ A ആണ് കൊടുത്തു വെച്ചാൽ, അങ്ങനെ സേവ് ചെയ്ത് വെച്ചാൽ സ്മോൾ ലെറ്റർ ABCD ലിസ്റ്റ് ചെയ്യും. പിന്നെ ഇനി റോമൻ ലെറ്റേഴ്സ് പോലെ വരാൻ സ്മോൾ ലെറ്റർ I കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ലിസ്റ്റ് ആവും. അതാണ് ടൈപ്പ് ആട്രിബ്യൂട്ട് കൊണ്ട് നമുക്കുള്ള യൂസ്. ഇനി അതേപോലെ UL ടാഗിനും അൺഓർഡേർഡ് ലിസ്റ്റ് ടാഗിനും ഇതേമാതിരി ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ UL ടാഗിൻ്റെ ടൈപ്സ് ഒന്ന് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഫിൽഡ് അല്ലാത്ത ഹോളോ സർക്കിൾസ് ആയിട്ട് ചെയ്യും. അതിൻ്റെ ഡിഫോൾട്ട് ഫിൽഡ് സർക്കിൾസ് ആയിരുന്നു. അങ്ങനെ സർക്കിൾ, പിന്നെ സ്ക്വയർ എന്ന ഇങ്ങനെ വരും. പിന്നെ ഡിസ്ക് പറഞ്ഞാൽ നമ്മുടെ ഡിഫോൾട്ട് ഡിസ്കാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഇന്ന് പറഞ്ഞതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ബോൾഡ് ടാഗ് പറഞ്ഞു, ബോൾഡിന് B, ഇറ്റാലിക് I, അണ്ടർലൈൻഡ് U ടാഗ്, പിന്നെ സാധാ പാരഗ്രാഫ് ടാഗ് P, പിന്നെ H1, H2, H3, H4, H5, H6 അങ്ങനെ 6 ഹെഡിങ് ടാഗ്സ്. പിന്നെ 2 തരം ലിസ്റ്റ് ഉണ്ട്. ഒന്ന് അൺഓർഡേർഡ് ലിസ്റ്റ്, നമ്പേർഡ് അല്ലാത്തത്, പിന്നെ ഓർഡേർഡ് ലിസ്റ്റ്, നമ്പേർഡ് ആയത്. അതിൽ അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ ടൈപ്സ് ഡിഫോൾട്ട് ഡിസ്ക് ആയിരിക്കും. വേറെ ടൈപ്സ് ഡിസ്ക്, സർക്കിൾ, സ്ക്വയർ അങ്ങനെ. പിന്നെ LI പറയണത് ലിസ്റ്റ് എലമെൻറ്റ്സ്. OLന് ടൈപ്സ് ഡിഫോൾട്ട് 1 ആയിരിക്കും, 1, 2, 3, 4 ആയിരിക്കും. പിന്നെ വേറെ ടൈപ്സ് A, പിന്നെ സ്മോൾ ലെറ്റർ A, പിന്നെ I, പിന്നെ ക്യാപിറ്റൽ ലെറ്റർ I. അത് രണ്ടും റോമൻ ലെറ്റേഴ്സിൻ്റെ ആണ്. അതിനും ഇങ്ങനെ LI ആണ് ലിസ്റ്റ് എലമെൻറ്റ്സ്. അത്രയാണെന്ന് പറഞ്ഞത്. ഇനി ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ.